സന്തോഷത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, നാടിന് വേണ്ടിയാണ് ഈ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഈ കവാടം പ്രതിഷ്ഠിച്ചിട്ടുള്ളതും. നമ്മുടെ നാടിന്റെ വിശദീകരണവും നന്മയും ആഗ്രഹിച്ചുകൊണ്ടാണ് വിശുദ്ധ സമസ്യാനത്തിന്റെ രൂപം സ്ഥാപിച്ചിട്ടുള്ളത്. വിഹായത്തിന്റെ രൂപം സ്ഥാപിക്കുന്നത് വാളും കൂടിപ്പിടിച്ചു നിൽക്കുന്ന വിഹായന്മാരുടെ അർത്ഥവും സംരക്ഷണവും നമുക്കെല്ലാവരും അറിയാം. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും രക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള അധികാരമുള്ള ആളാണ് വിഹായന്മാരാണ്. ആ ആളെയാണ് നമ്മുടെ കവാടത്തിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ വീടുകളിലും വിഹായന്മാരായ രൂപം പ്രതിഷ്ഠിക്കാറുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് വിഹായന്മാരായുടെയും ജീവകൃഷ്ണയാളുടെയും പ്രത്യാശയാണ് രൂപം സ്ഥാപിക്കുന്നത്. പ്രശ്നങ്ങളെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗവർണറുണ്ട്, പ്രൊഫസറുണ്ട്, വിഹായന്മാരുണ്ട്, വൈസ്കർമാരുണ്ട്, കൺസ്ട്രക്ഷൻ കമ്മിറ്റി കൺവീനറുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്. എല്ലാവരെയും ഉണ്ട്. നിങ്ങളെല്ലാവരെയും അവരുടെ അലക്സ് ഉണ്ട്. ബഹുമാന്റെ അലക്സ് പിതാവ് പരീക്ഷയുണ്ട്. അതുപോലെ കൈക്കാരന്മാര്, അതുപോലെ പരിശോധനകള്, യുവജനവാദികൾ ഒക്കെ എല്ലാവരും ഒന്നു ചേർന്ന് ഒരുമയോടുകൂടി ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പള്ളി പോകാൻ ചോദിച്ചിരുന്നു. പള്ളി പോകാൻ വരാൻ ഇടപെടുന്നത് ഇതോടെ തന്നെ ആശങ്കമാണ്. പിന്നാലെ നടക്കുന്നത് എനിക്ക് വലിയ സാമ്പത്തിക ഉണ്ടായിട്ടുള്ള ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് മാത്രമല്ല, പെട്ടെന്ന് ആ പൈസ വരാനും പണി ഉടനെ ആരംഭിക്കാനും സാധിച്ചു എന്നതും സന്തോഷത്തിന്റെ അഭാവത്തിൽ മനസ്സറിഞ്ഞ ആളുകൾ ഈ ദിവസങ്ങളിൽ പറയുന്നത് സർക്കാരിന്റെ മാർഗത്തിൽ വിവാഹത്തിന്റെ അങ്ങനെ തന്നെ പറഞ്ഞു. തരാൻ കൂടുതൽ ആളുകൾ ഇനി ഞാൻ മറ്റൊരു മനസ്സായിട്ട് പറഞ്ഞു. അതൊക്കെയാണ് നമ്മുടെ എന്തെങ്കിലും ചെയ്യണമെന്ന് വീണ്ടും പോകുന്ന. അതെല്ലാം നദിയുടെ എല്ലാവരെയും സ്വാഗതത്തിനുണ്ട്. അതുപോലെ നമ്മുടെ ബാലന്മാരെ സ്വാഗതത്തിനൊക്കെ വേണ്ടിയാണ്. പ്രകാശനുണ്ട്, അതുപോലെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ആദ്യം തന്നെ രൂപങ്ങൾ 4 രൂപം കണ്ടിരിക്കും. അതിനുശേഷം അവാർഡ് ദൈവത്തിന്റെ സജീവ സാന്നിധ്യം സംരക്ഷണവും ഈ പ്രദേശത്തുണ്ടാകാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും തിരുക്കുമാരന്റെ ജീവനുള്ള രൂപങ്ങളാകുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്ത ദൈവമേ, ഈ രൂപങ്ങളെ നാശിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന രൂപങ്ങൾ ഞങ്ങളുടെ കർത്താവിൽ സൂക്ഷിച്ചതായ ഓർമ്മ ഞങ്ങളിൽ നിന്ന് നിലനിർത്തണ്ടേ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായ രൂപങ്ങളുടെ മുൻപിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ചങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരാജ്യമിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സജീവൻ മാളയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ഏർപ്പെടുത്തിയ അങ്ങയുടെ നീ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങേ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും ദുഷ്ടനോട് കൂട്ടിയേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും ഇങ്ങനെയുള്ളവൻ നീതിമാനാകുന്നു, അവനൊരിക്കലും നശിക്കുകയില്ല. അങ്ങയുടെ ആഗമനത്താൽ ഭൂമിയെ സ്വന്തവുമായി രഞ്ജിപ്പിച്ച കർത്താവേ, കുരിശുമരണം വഴി അങ്ങ് വീണ്ടെടുത്ത സഭയെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ച് അതിൽ സമാധാനം സ്ഥാപിക്കണമേ. വിശുദ്ധിയോടുകൂടി അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥനകളും സഹായങ്ങളും അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പത്രോസാകുന്ന പാറമേൽ അങ്ങ് പണിതുയർത്തിയിട്ടുള്ള തിരുസഭ നീടിയാശ്രിതർക്ക് അഭയം നൽകുന്ന സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ മഹത്വത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പേളയെ അങ്ങ് ആശീർവദിച്ച് വിശദീകരിക്കണമേ. ഈ കവാടത്തെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും എല്ലാ അപകടങ്ങളും സംരക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഈ കപ്പേളയുടെ മധ്യസ്ഥനായ സെബസ്ത്യാനോസിന്റെയും ഞങ്ങളുടെ കവാടത്തിൽ പ്രതിഷ്ഠിതനായ മിഖായേൽ മാലാഖമായ മാലാഖയുടെയും മാലാഖമാരുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനും തിരുക്കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിനുമായി ഈ കപ്പേള വ്യഞ്ചരിച്ച് വിശദീകരിച്ചിരിക്കുന്നു. ഇതിന്റെ പൂജ്യതയ്ക്കിണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായ ഈ ഭവനം വൃത്തിയായും നിർമ്മലമായും സംരക്ഷിക്കപ്പെടട്ടെ. ഈ കപ്പേള നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇടവാങ്ങുന്നതും ഈ പരിസരത്തിലൂടെ ഇതിനു മുൻപിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായി തീരട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
എല്ലാവർക്കും നന്ദി പറയുന്നതിനും ദൈവോപകാരം നമ്മുടെ അലക്സിന് നൽകുന്നതിനും കൈകാര്യം ബഹുമാനപ്പെട്ട വിചാരിച്ച പറ്റച്ച സ്നേഹത്തിലൊന്നുമില്ല നമ്മുടെ ചെറിയ സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട വിചാരിച്ച ഇതിൽ നിന്ന് വ്യതിചരിച്ച് ഇടവചനത്തിന് വേണ്ടി കാഴ്ചവെച്ചു വളരെ മനോഹരമായി വിചാരിച്ചിന്റെ ഭാവന ഇവിടെ നിർമ്മിക്കപ്പെട്ട വളരെ മനോഹരമായിട്ട് ഒരു 5 മിനിറ്റ് പോലും സെറ്റിങ്ങും മറ്റ് അലക്ഷണോടൊപ്പം ബഹുമാനപ്പെട്ട അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഒരു വർഷക്കാലം സേവനം ചെയ്ത ജോസഫിനും ഫസ്റ്റ് നോവേന ഇവിടെ ചെടി പ്രധാന നോവേന ചെടി അത് നമ്മുടെ തിരുനാളിൽ തൊട്ട് കുറിച്ചു നമുക്ക് ഈ ഇവിടെ തിരുനാളിന് ദിനങ്ങളാണ് ബഹുമാനം വിചാരിക്കുന്നു പച്ചക്കാക്കുകയും അത് അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ച് മനോഹരമാക്കി തരുന്ന അലക്സ് വളരെ ചെറുപ്പമാണ്. എനിക്ക് തോന്നുന്നു അലക്സിന്റെ ഭാവന വിചാരിച്ചിന്റെ ഭാവന വിരിയാനായിട്ട് അലക്സാണ് അതിന് പൂർത്തീകരണത്തിനൊരു കൈക്കണ്ണായിരുന്നു. അലക്സ് കോൺട്രാക്ടർ ആണെങ്കിലും ഉപരി ഇവിടെ എല്ലാ ദിവസവും വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് ഞാൻ കോൺട്രാക്ടർ എന്താണ് വെല്ലോണം ചെയ്തു പോകാന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായില്ല. അത് വളരെ മനോഹരമായിട്ട് ഓരോ ഘട്ടത്തിലും കൂടി ആലോചിച്ച് അതിന് വേണ്ട പോരായ്മകളൊക്കെ നിരത്തി ആ ഒരു മനോഹരമായ ഒരു കപ്പലയും അതിനുള്ള അവാർഡുകൾ നമുക്ക് നൽകി വിചാരിച്ചു അലക്സിനും അതുപോലെ തന്നെ അലക്സിന്റെ അപ്പച്ചൻ ഇവിടെ വന്നിട്ടുള്ള അപ്പച്ചനും പ്രത്യേകം നൽകി. ജോയിന്റെ അടുത്താണ് ഈ വൈദ്യുതി വരാൻ വേണ്ടി ചെറിയ കാരണം. ഗവൺമെന്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രൂപം ഇവിടെ സ്ഥാപിച്ചുകൂടാ എന്നുള്ള ആലോചന കൗൺസിൽ അവതരിപ്പിച്ച അന്ന് തന്നെ ജോയിന്റ് വന്നത് നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷെ ചിലവൊക്കെ അത് തിരിച്ചു പോയി. അതുപോലെ ജോയിന്റ് കുറയ്ക്കാൻ തയ്യാറായി വന്നതാണ്. അപ്പോൾ അത് ഗവൺമെന്റ് ജോയിന്റ് കുടുംബത്തിന് ജോയിന്റിന്റെ ഭാര്യ അവരുടെ കുടുംബത്തിന് ഒന്നാകെ വിചാരിച്ച് പറഞ്ഞു എൻ്റെ മകന് കല്യാണത്തിന് മുമ്പ് ഈ കപ്പല വ്യഞ്ചരിച്ചിരിക്കണം. മനസ്സിൻ്റെ ഇത് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു 5-ാം തീയതി അവരുടെ മകനെ ഇതിൻ്റെ നടത്തിയിട്ടുണ്ടെന്ന് നിർദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ നാളുകളിൽ അലക്സത് പണത്ത് പൂർത്തീകരിച്ച് അതുപോലെ ജോയിന്റിനും കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഞാൻ കൈകാരനാണ് രാജ്യമാറ്റി കൈകാരനാണ്. പക്ഷെ ഞങ്ങളെ ഒന്നും അധികം ഭാരം വഹിക്കാതെ വളരെ നേതൃത്വം നൽകിയ ജോലി പരിപാടി നമ്മെ വളരെ ഭംഗിയായിട്ട് അവർ ഓരോ പോരായ്മകളും അവർ ചെയ്ത് അവരത് വന്ന് കറക്റ്റ് ചെയ്യും. വളരെ മനോഹരമായിട്ട് ഞാൻ കൈകാര്യം നൽകി പലർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇവർക്കും അതോടൊപ്പം ചേർന്ന കമ്മിറ്റി കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ കൗൺസിൽ അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ, ഇടവകജനം എല്ലാവരും ഇതിനോട് ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് നമ്മുടെ പൂർത്തീകരണത്തിന് വഴിയൊരുക്കുന്നത്. ഇവിടെ സകലം അസ്വസ്ഥതയുണ്ടായിരുന്നു, അതൊന്നും മാറിയില്ലായിരുന്നു. പലരും ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ആ ഒരു ധൈര്യമാണ് ഇത് പൂർത്തീകരിക്കാനായിട്ട്. ഇവിടെ ഏത് കൺസ്ട്രക്ഷൻ വന്നാലും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. പക്ഷെ പൂർത്തീകരിച്ചു കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് ആ മനോഹാരിത നമുക്ക് ആസ്വദിക്കാനാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമായിട്ട് നിലകൊള്ളണം. നമ്മളിതിൽ അതേ രീതിയിൽ തന്നെ നമ്മളുടെ വിശ്വാസമാണ് ഇതില് ഈ രൂപത്തിലും ഈ രൂപത്തിലും ഈ കവാടത്തിലും ഇതിലേക്കാണ് നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിൽ നമ്മളിതൊരു മങ്ങൽ സംഭവിക്കും. അപ്പൊ ഈ ഇതിന് മങ്ങൽ സംഭവിക്കാതെ ഇരിക്കാൻ പരിശ്രമിക്കേണ്ടത് ഇവിടുത്തെ ഇടവചനങ്ങളാണ്. അത് വിചാരിച്ചിട്ടോ മറ്റുള്ളവരോ നമ്മൾ ഇടവകാർ ഓരോരുത്തരും അതിനെ പരിശ്രമിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ഈ കവാടവും ഈ മുന്നോട്ട് പോകാൻ ഓരോ ഇടവചനങ്ങളും
യൂണിറ്റ് ഭാരവാഹികൾക്ക് എൻ്റെ സഹപ്രവർത്തകനായ രാജുമാർക്കും എല്ലാവരും മറ്റുള്ളവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എവിടെ